ഇനി പേടിക്കാനായിട്ടൊന്നുമില്ല, ഒന്നും തന്നെ ഇല്ല. എന്തായി? കൈതരാൻ സമ്മതിച്ചോ? അടുക്കുന്നില്ലക്ക. ഞാൻ 80 പറഞ്ഞു. 95-ൽ 1 രൂപ കുറഞ്ഞുള്ള ബിസിനസ് അവർക്ക് വേണ്ടാന്ന്. എടാ, എന്നാ പിന്നെ അങ്ങ് സമ്മതിക്കാത്തെന്താ? ആ വിനയന്റെ കയ്യിൽ നിന്ന് കിട്ടിയ കാശിരിക്കല്ലേ കുറെ കയ്യില്. അതങ്ങനെ വേസ്റ്റ് ആവില്ലിക്ക. അവൻ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ വായ്ക്കരിക്കും ശവമടക്കിനുള്ള ചെലവിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയല്ലേ. വിനയ, ഇവിടെ വെച്ചൊന്നും വേണ്ട. നമുക്ക് കടയിലോ ഓഫീസിലോ വീട്ടിലോ എവിടെയെങ്കിലും ഇരുന്ന് സംസാരിച്ചിട്ട് നമുക്ക് വിനയ വേണ്ട. വിനയ, ഞാനാ പറയുന്നത് വേണ്ട. വിടാനാ പറഞ്ഞത്. വിനയ, ഞാൻ പറയുന്നത് കേൾക്കണം. എനിക്ക് ചോദിക്കാനുണ്ടൊരു കാര്യം. അലക്സി വേണ്ട. അബദ്ധം കാണിക്കല്ലേ. തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ അവൻ എന്റെ നെഞ്ചിലോട്ട് ഒന്നുകൂടെ കാല് വെക്കട്ടെ. ഇന്നിവന്റെ കഥ ഞാൻ തീർക്കും. തീർക്കടാ, തീർക്കുന്നീ കാണട്ടെ ഞാൻ. മാറിക്ക, മതി. നിങ്ങൾ ഈ കളിക്കുന്ന മരണക്കളിയാ. ഒരുത്തനൊരു ആവേശത്തിൽ കൊന്നാ ചത്തവനും കാണില്ല ജീവിതം, കൊന്നവനും കാണില്ല ജീവിതം. ചത്തവൻ മണ്ണിന്റെ അടി പോവും, കൊന്നവൻ ജയിലിലും. ഒന്ന് മനസ്സിലാക്കുക. ഇവനെ കൊല്ലാനൊന്നും വന്നതല്ല ഞാൻ. കൊല്ലാനുള്ള പകയൊക്കെ എന്റെ ഉള്ളിലുണ്ട്. പക്ഷെ എനിക്ക് ഇവനെ പോലൊരു മൃഗമാവാൻ കഴിയില്ല. ഇക്ക, തടവിന്നിറങ്ങി വീട്ടിലേക്ക് കയറും മുമ്പ് ഇവനെ ഒന്ന് നേരിട്ട് കാണണമെന്ന് ഞാൻ തീരുമാനിച്ചതാ. കൊല്ലങ്ങളോളം കൂടെ നടന്ന ഇവന്റെ ശരിക്കുള്ള മുഖം മനസ്സിൽ സൂക്ഷിച്ചു വെക്കണ്ടേ? അതിനു വേണ്ടി മാത്രം. പൊന്നം, ദാ നോക്ക്, നിനക്കുള്ള കടവും ബാധ്യതയൊക്കെ തീർന്നു. ഇനി മേലിൽ നീ ടെക്സ്റ്റൈൽസിന്റെ പടി ചവിട്ടി പോകരുത്. ഇനി 5 കാശിന്റെ അവകാശം നിനക്ക് അവിടെ ഇല്ല. എല്ലാ ഇടപാടും തീർത്തു കഴിഞ്ഞു. തീർത്തു. പക്ഷെ നിന്റെ അനിയത്തി ഇത്രയും പെട്ടെന്ന് അത്രയധികം ലക്ഷങ്ങൾ എങ്ങനെ ഉണ്ടാക്കി എന്നുള്ള ഞെട്ടലിലാണ് ഞാൻ. നീ 14 ദിവസം റിമാൻഡിലായപ്പോ നിന്റെ അനിയത്തി 14 ലോകവും കറങ്ങി ഉണ്ടാക്കിയ കാശുകൊണ്ടാ നീ നിന്റെ ബാധ്യത തീർത്തത്. മനസ്സിലായോടാ നിനക്ക്? നീ നാളെ ആ ടെക്സ്റ്റൈൽസ് ഒരു ഷോപ്പിംഗ് മോൾ ആക്കുമെന്ന് എനിക്കറിയാം. നിനക്ക് കാശുണ്ടാക്കി തരാൻ നിന്റെ അനിയത്തി ഉണ്ടല്ലോ. നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ എന്റെ സഹോദരിമാരെ പറ്റി പറഞ്ഞാലുണ്ടല്ലോ. നിർത്ത്. നിന്റെ ആവേശം കൊള്ളാം. ഞാനായാലും ഇതൊക്കെ കാണിക്കുള്ളൂ. പക്ഷേ അലക്സി, അത് അങ്ങനെ പറയാൻ ഒരു കാര്യമുണ്ട്. വിസ്മയെ പന്തിയില്ലാത്ത സാഹചര്യത്തിൽ കണ്ടിട്ടുണ്ട് പലരും, ഈ ഞാൻ ഉൾപ്പെടെ. ആരുടെ വില കൂടിയ കാറില് അവളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാ എന്റെ ഈ കണ്ണുകൾ കൊണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളില് അവളെ കാണുകയും പിന്നീട് ലക്ഷ്യങ്ങൾ അവളെ കയ്യിലെത്തുമ്പോ ആരായാലും സംശയിച്ചു പോവും. അതേ അലക്സിയും ചെയ്തോളൂ. വിനയ, നിങ്ങൾ തമ്മിലുള്ള വഴക്കും വക്കാണവും ഇടപാടുകളെല്ലാം തീർന്നു. അതിന് പോലീസ് തന്നെ സാക്ഷിയാണ്. പക്ഷെ നീ ആദ്യം കാണേണ്ടതും ചോദ്യം ചെയ്യേണ്ടതും ഭേദ്യം ചെയ്യേണ്ടതും അലക്സിയല്ല, നിന്റെ അനിയത്തി ആ ഡോക്ടർ കുട്ടിയാ.
ഇപ്പോഴേ നീ അവളോട് ചോദിച്ചില്ലെങ്കിൽ നാളെ നീ തന്നെ ദുഃഖിക്കേണ്ടി വരും. അത് വേണം വിനയ ആദ്യം ശ്രദ്ധിക്കാൻ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.